നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ ഏത് നിമിഷവും കൂട്ടിമുട്ടാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ 2 ദിവസം മുൻപ് ട്രംപ് വെനിസ്വേലയിൽ തങ്ങൾ സോണിക് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ അമേരിക്ക വെനിസ്വേലയിൽ സോണിക് ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ പത്രമാധ്യമങ്ങളിൽ അങ്ങനെ ഒരു ഊഹം, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. ജനുവരി 10-ന് ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറയുന്നൊരു പത്രം അന്ന് അവിടെ വെനിസ്വേലയിൽ പ്രസിഡന്റിനെ ഗാർഡ് ചെയ്തിരുന്ന വെനിസ്വേലൻ പ്രസിഡന്റിനെ ഗാർഡ് ചെയ്തിരുന്ന ഗാർഡുമാരുടെ കൂട്ടത്തിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ പെട്ടെന്ന് അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള റഡാർ സിസ്റ്റങ്ങളും ഓഫായിപ്പോയി. എങ്ങനെയാണത് ഓഫായെന്ന് നമുക്കറിയില്ല. അവരുടെ മുഴുവൻ റഡാർ സിസ്റ്റങ്ങളും മൊബൈൽ ഫോൺ അടക്കം എല്ലാ സാധനങ്ങളും 1 സെക്കൻഡ് കൊണ്ട് പ്രവർത്തിക്കാതെയായി. അടുത്ത നിമിഷം അവർ കാണുന്ന ആകാശം നിറച്ച് ഡ്രോണുകളാണ്. എണ്ണാൻ പറ്റാത്ത അത്ര ഡ്രോണുകൾ പ്രസിഡന്റ് കൊട്ടാരത്തിൻ്റെ മുകളിൽ പറന്ന് കളിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വളരെ ചെറിയ ഹാൻഡ്ഫുൾ ഓഫ് ഹെലികോപ്റ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. ഒരു 8 എണ്ണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം 8 എണ്ണമാണ് അദ്ദേഹം എണ്ണിയത്. 8 ഹെലികോപ്റ്ററുകൾ അവിടെ വരുന്നു. അതിൽ നിന്നും വളരെ കുറച്ച് US ഭടന്മാർ മാത്രം പാരച്യൂട്ട് താഴേക്ക് ഇറങ്ങുന്നു. 20 പേര് എന്നാണ് അദ്ദേഹം ഏകദേശം ഒരു കൗണ്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു രൂപത്തിലുള്ളൊരു പട്ടാളക്കാരെ ഇതിനു മുൻപ് അദ്ദേഹം കണ്ടിട്ടില്ല. ഇവർ സ്പെൽ ബൗണ്ടായിട്ട് നിന്നുപോയിരുന്നു. ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത നിലയിൽ ഇവർ നോക്കി നിന്നതല്ലാതെ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ ഭൂമിയിൽ വന്ന് ഇറങ്ങുന്നു. അവർ എന്തൊക്കെ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് അവരുടെ ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ വെനിസ്വേലിയൻ ഗാർഡുകളെക്കാളും എത്രയോ മേലെ ഉള്ള ടെക്നോളജി ഉള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. നിലത്തിറങ്ങിയ ആളുകൾ അതിവേഗത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ കൊലയല്ല നടന്നത്, കൂട്ടക്കൊലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മസാക്കർ എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ പ്രിസിഷനോടെ 1 മിനിറ്റിൽ 300-ലധികം റൗണ്ടുകൾ വെടിവെക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അത്ര വേഗത്തിലും ഏറ്റവും പ്രിസിഷനിലും വളരെ ഫാസ്റ്റ്, വളരെ പ്രിസൈസ് ആയിട്ട് വെടിവെക്കുന്നു. അവിടെ നിന്ന് 100-150-300ഓളം ഗാർഡുമാരാണുള്ളത്. അതിൽ ബഹുഭൂരിഭാഗത്തിന് വെടിവെച്ചതായിടുന്നു. അത് കഴിഞ്ഞ് അതിശക്തമായ ശബ്ദം പോലെ എന്തോ ഒന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ശരീരത്തിൽ വന്ന് ശബ്ദം ഇടിക്കുന്ന പോലെ. നമ്മളിപ്പോൾ ഈ പുതിയ തരത്തിലുള്ള സൗണ്ട് സിസ്റ്റം ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മേത്ത് വന്ന് ഇടിക്കുന്ന പോലെ തോന്നുമല്ലോ. അതിനേക്കാൾ എത്രയോ ശക്തമായൊരു ഇടി അനുഭവപ്പെടുന്നു. ശബ്ദത്തിൻ്റേത് എന്ന് തോന്നുന്ന ഒരു ഇടി അനുഭവപ്പെടുന്നു. ആ ഒരു ഫീലിങ്ങോടുകൂടി ഉള്ളിൽ നിന്ന് തടുക്കാനാവാത്ത എന്തോ ഒരു ഫീലിംഗ് പുറത്തേക്ക് വരുന്നു. മൂക്കിൽ നിന്ന് ചോര പുറത്തിയാടുന്നു. ചിലർ ചോര ഛർദ്ദിക്കുന്നു. കുറച്ച് പേര് നിലത്ത് വീഴുന്നു. ബാക്കിയുള്ളവർക്ക്, അതായത് മരിക്കാതെ വെടിയേൽക്കാതെ നിന്നവരുടെ കാര്യമാണ് പറയുന്നത്. ആ പ്രദേശത്ത് ആ ചുറ്റുവട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അനങ്ങാൻ പറ്റാതെ നിൽക്കുകയോ ചോരയൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയോ മൂക്കിൽ നിന്നൊക്കെ ചോരയൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നിലത്ത് വീഴുകയോ ചെയ്യുന്നൊരു സാഹചര്യമാണ് കിട്ടുന്നത്. ഇവർക്ക് ഒരു തരത്തിലും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻസൊക്കെ അവസാനിച്ച് അവർ പ്രസിഡന്റിനെ മുക്കി പോവുകയും ചെയ്തു. അപ്പം അന്ന് ഒരു സൗണ്ട് ഉപയോഗിച്ചൊരു ആയുധം ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഒരു ധാരണ പുറത്തു വന്നിരുന്നു. അത് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ സോണിക് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു വെപ്പൺ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സോണിക് വെപ്പൺ മാത്രമല്ല, അങ്ങനെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, ലോകത്തിൽ ആർക്കും പരിചയമില്ലാത്ത, ആരുടെ കയ്യിലുമില്ലാത്ത വെപ്പൺസ് അവരുടെ കയ്യിലുണ്ട് എന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത്തരം ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശരി, ലോകത്തിൽ ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിൻ്റെ കയ്യിൽ പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ലോകത്തിൽ ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഉള്ള രാജ്യം ഇസ്രായേൽ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ US ഫോഴ്സ് അതിനേക്കാൾ ഒത്തിരി മേലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയാണ് എന്നുള്ളതും കൂടി ഇദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിനെ ഒരു ക്ലോസ് അലൈ എന്നാണ് എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇറാനിലേക്ക് വരികയാണെങ്കിൽ, ഇറാനിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു അമേരിക്കൻ ആക്രമണം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിരീക്ഷകരുടെ വീക്ഷണം. കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അവിടെ സംഘർഷത്തിലേർപ്പെട്ടിരുന്ന, റയറ്റിലേർപ്പെട്ടിരുന്ന ആളുകൾക്ക്, പൊതുജനത്തിന് അദ്ദേഹം സഹായം പബ്ലിക്കായിട്ട് ലോകം മുഴുവൻ കേൾക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാനാവില്ല. പിന്നെ അവർ റയറ്റ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം, അല്ലെങ്കിൽ അത് റയറ്റ് കൊണ്ടു നടന്നിരുന്നവർ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ധരിപ്പിച്ചിരുന്നു അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ ആയിരുന്നിരിക്കണം. പക്ഷേ ഇറാൻ റവല്യൂഷനെ ഗാർഡ് അടക്കമുള്ള 10 ലക്ഷം വരുന്ന സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിച്ച് ആ റയറ്റിനെ ചോരയിൽ മുക്കി കൊല്ലാൻ ഖമനൈ റെജീമിന് സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും റയറ്റ് അടങ്ങുന്നില്ല. കാരണം ഇറാനിൽ ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല,
കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ജനത്തിനാണെങ്കിൽ അങ്ങ് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ റെജിമിന് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ബൂട്ടിൻ്റെ അടിയിൽ എത്ര ദിവസം ചവിട്ടി പിടിച്ച് നിർത്തും? ഇതിപ്പം ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. ബൂട്ട് അഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് എക്സ്പ്ലോഡ് ചെയ്യും. കാരണം ജനം ഒന്നടങ്കം എതിരാണ്. കാരണം ആർക്കും ഈ പറയുന്ന ഈ ആളുകളെ കൊല്ലാൻ വരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനല്ലാതെ വേറെ ആർക്കും അവരുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ജനം ടോട്ടലി അഗനിസ്റ്റാണ്. അപ്പോൾ ഈ റൈറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമെന്ന ധാരണയിലായിരിക്കണം ട്രംപ് പറഞ്ഞത്. നിങ്ങൾ റൈറ്റ് തുടരൂ, ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കൂ, നിങ്ങൾക്കുള്ള സഹായം ഓൺ ദ വേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓൺ ദ വേ, അത് ശരിയാണ്, ഓൺ ദ വേ ആണ്. അപ്പോൾ ഈ ഇപ്പോൾ ഇറാന്റെ ചുറ്റും US-ന്റെ പട്ടാളം വന്ന് അല്ലെങ്കിൽ US-ന്റെ മിലിറ്ററി അസറ്റ്സ് വന്ന് നിരന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ ടൊമോഹാക്ക് മിസൈൽസ് എന്ന് പറയുന്ന വളരെ പ്രിസൈസ് ആയിട്ടുള്ള ക്രൂസ് മിസൈലുകളുണ്ട്. ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ബാലിസ്റ്റിക് മിസൈൽ പോലെ സ്പേസിലേക്ക് പോയിട്ട് വരുന്നതല്ല, അത് അറ്റ്മോസ്ഫിയറിൽ തന്നെ സഞ്ചരിക്കുന്നതാണ്. പക്ഷെ വളരെ പ്രിസൈസ് ആണ്, അത് ക്രൂസാണ്, ഗൈഡഡ് ആണ്. ഏത് നിമിഷവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്രൂസ് മിസൈൽസ് ആണ് ടൊമോഹാക്ക് മിസൈൽസിൻ്റെ വലിയ ശേഖരം അമേരിക്ക അവിടെ എത്തിച്ചിട്ടുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടൊമോഹാക്ക് മിസൈൽസിൻ്റെ കേപ്പബിലിറ്റി ഉള്ള USS മിഷേൽ, USS മക്ഫോർ, USS ഓസ്കാർ ഓസ്റ്റിൻ, USS റൂസ്വെൽറ്റ്, USS ബൾക്കലെ, USS പോൾ ഇഗ്നേഷ്യസ്, USS സൗത്ത് ഡക്കോട്ട, USS ജോർജിയ എന്ന് പറയുന്ന ഇത്രയും US വെസൽസിൽ 358 ടൊമോഹാക്ക് മിസൈൽസ് ആണ് മറ്റ് ആയുധങ്ങൾക്ക് പുറമെ ഇവരെ വിന്യസിച്ചിട്ടുള്ളത്. അതുകൂടാതെ USS അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ആ ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് നമ്മൾ എല്ലാ പത്രങ്ങളിലും വായിച്ചിട്ടുള്ള സംഗതിയാണ്. അതിനെ എസ്കോർട്ട് ചെയ്യുന്ന USS ഫ്രാങ്കി പാറ്റർസൺ, USS പുറാൻസ്, USS മിഗായൽ മർഫി അതുകൂടാതെ 9 ഫൈറ്റർ സ്ക്വാഡ്രൺസും ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്തും 354 ടൊമോഹാക്ക് മിസൈലുകളുണ്ട്. അപ്പം ഇറ്റ് മീൻസ് ബിസിനസ്, തമാശ കളിക്കാൻ വേണ്ടി വരുന്നതല്ല. അവർ ഒരു യുദ്ധം ലക്ഷ്യമാക്കി. ഇത് കൂടാതെ ധാരാളം വെസലുകൾ ഈ ടൊമോഹാക്ക് ഫെസിലിറ്റി ഇല്ലാത്ത മറ്റ് മൈൻ വിതറുന്നത്, മൈൻ വാരുന്നത്, അങ്ങനത്തെ സൗകര്യങ്ങളുള്ള ധാരാളം വാർഷിപ്പുകളും ഈ റീജിയനിലേക്ക് മൂവ് ചെയ്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ അവർ അവിടുത്തെ എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിലും ബഹ്റൈനിലുമുള്ള അവരുടെ എയർ ബേസുകളിലാണ് കൂടുതൽ വിമാനങ്ങൾ കൊണ്ടുവന്നിറക്കുന്നത്. ആ ഭാഗത്തുള്ള എല്ലാ എയർ ബേസുകളും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നു, കൂടുതൽ വിമാനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഖത്തറിലും ബഹ്റൈനിലുമാണ്. 3 സ്ക്വാഡ്രൺ F-35 ഈ ഭാഗത്തേക്ക് നീങ്ങിയതായ വിവരമുണ്ട് പുതിയതായിട്ട്. കൂടാതെ 3 സ്ക്വാഡ്രൺ F-35E എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്. 2 സ്ക്വാഡ്രൺ F-16 ഉണ്ട്. 2 സ്ക്വാഡ്രൺ A-10 ഉണ്ട്. സ്ക്വാഡ്രൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ഫ്ലൈറ്റുകളെയാണ് നമ്മൾ സ്ക്വാഡ്രൺ എന്ന് വിളിക്കുന്നത്. അത് ഓരോ ഫ്ലൈറ്റുകളെ എക്സാക്ട് നമ്പർ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഇറ്റ് വേരീസ് ബിറ്റ്വീൻ 30 and 50. അത് ഓരോ സ്ക്വാഡ്രൺ രീതിക്കനുസരിച്ചിരിക്കും. അപ്പം അതിൽ അപ്പം ആ പ്രദേശം ഇറാൻ്റെ ചുറ്റും വാർ പ്രിപ്പയർഡ്നെസ് അതിൻ്റെ ഹൈറ്റിൽ, അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇനി വാറിലേക്ക് എത്തണോ അല്ല വാർ ഇല്ലാതെ ഈ പ്രശ്നം തീരുമോ എന്നുള്ളത് ഇറാൻ്റെ ഭാഗത്താണ് തീരുമാനിക്കപ്പെടേണ്ടത്. കാരണം ഈ റജീം മാറാതെ എന്തായാലും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പം ഇന്ന് അൽ ജസീറയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ, അൽ ജസീറ നമുക്കറിയാം ഖത്തർ എന്നുള്ളതാണ്, അത് മുസ്ലിം ഭാഗത്തേക്ക് ചാഞ്ഞെഴുതുന്ന ഒരു മാധ്യമമാണ്. അവർ തന്നെ പറയുന്നത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഇല്ലാതെ ഈ പ്രശ്നം അവസാനിക്കുകയില്ല എന്നാണ്. അപ്പം അതിന് അവർ 2 കാരണങ്ങളാണ് പറയുന്നത്. എക്സ്റ്റേണൽ കാരണവും ഇന്റേണൽ കാരണവും പറയുന്നുണ്ട്. അതിൽ ഇന്റേണൽ കാരണമാണ് പ്രധാനം. കാരണം ഈ ഭരണകൂടം സമ്പൂർണ്ണ പരാജയമായി പോയി. അത് അവർ തന്നെ വരുത്തി വെച്ച അവരുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്ലാനിങ്ങിൽ സംഭവിച്ച പിഴവുകൾ കൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് സാധാരണ ജനത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം റെജിമിനെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ളൊരു പ്രഷറൈസ് ചെയ്തിട്ടാണോ അല്ല അകത്തെ പ്രശ്നം കൊണ്ടാണോ എന്തായാലും ശരി, ജനത്തിന് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ റെജിമിന് ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. ഇവരെ സംബന്ധിച്ചുള്ള പ്രശ്നം ഈ ഖമനൈ എന്ന് പറയുന്ന ഈ ഒരു നേതാവാണ്. ഈ നേതാവ് ഒരു ദൈവപുരുഷനായിട്ടാണ് അദ്ദേഹത്തോട് ചുറ്റി നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ ഈ 10 ലക്ഷം വരുന്ന ഫോഴ്സും പരിഗണിക്കുന്നത്. ഒരു ദൈവപുരുഷനാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല. അയാൾ എന്ത് പറയുന്നു അതാണ് ശരി. അപ്പം അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങിൽ വന്ന ഒരു സംഗതിയാണ് ഒരു ഫോർവേഡ് ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു കാര്യം. ഫോർവേഡ് ഡിഫൻസ് സ്ട്രാറ്റജി, അതായത് അമേരിക്കയും ഇസ്രായേലുമാണ് ശത്രുക്കൾ, അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ റെജിമിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇറാൻ്റെ ഉള്ളിലൊരു യുദ്ധം ഉണ്ടാവരുത്. അപ്പോൾ ഇറാൻ്റെ ഉള്ളിലൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സ്ട്രാറ്റജിയാണ്, ഒരു 3-fold സ്ട്രാറ്റജിയാണ്. അതിൽ ഒന്നാണ് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ ഭീകര സംഘടനകളെ വളർത്തിയെടുത്തുകൊണ്ട് അമേരിക്കയ്ക്കും ഇറാനും എതിരായി പൊരുതുക. അപ്പോൾ അതാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനം, ഹമാസ് എന്ന് പറയുന്ന സാധനം, ഹൂത്തി എന്ന് പറയുന്ന സാധനം, IS-നെയും അവർ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറാന്റെ പണം വാങ്ങി മറ്റ് രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകര സംഘടനകളാണ്. ഈ ഭീകര സംഘടനകളുടെ ടാർഗറ്റ് ഒന്നുകിൽ ഇസ്രായേലാണ്, അല്ലെങ്കിൽ അമേരിക്കൻ അസറ്റ്സ് ആണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ അസറ്റുകൾ ഉള്ളത് നമുക്കറിയാം. അവരുടെ എയർ ബേസുകളും നേവൽ ബേസുകളും ഒക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഫോഴ്സുകളെ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറാനിലേക്ക് ഒരു യുദ്ധം വരാതെ ഇറാന്റെ പുറത്ത് വെച്ച് തന്നെ ഇതിനെ തീർത്ത് കളയുക. അപ്പം ഇറാനിൽ യുദ്ധം വരാൻ പാടില്ല. രണ്ടാമത്തെ അവരുടെ അസറ്റ് എന്ന് പറയുന്നത് മിസൈലുകളാണ്. അപ്പം മിസൈലും പുറത്തേക്ക് ആക്രമിക്കാനാണ്, അതിൻ്റെ ഉള്ളിൽ ആക്രമിക്കാനല്ല, പുറത്തേക്കാണ്. അപ്പം മിസൈൽ ഉപയോഗിച്ച് അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുക, മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുക, അത് രണ്ട്. മൂന്നാമത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത് ന്യൂക്ലിയർ വെപ്പണാണ്. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് എന്നേക്കുമായിട്ട് അമേരിക്കയും ഇസ്രായേലിനെ നശിപ്പിക്കുക. അപ്പോൾ ഈ 3 ഫോൾഡ് സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ഈ ഖമനേയി റെജീം അവരുടെ ഡിഫൻസ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തതും അവരുടെ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ മുഴുവൻ ഉപയോഗിച്ചതും ഈ 3 സാധനങ്ങളെ ഫ്ലറിഷ് ചെയ്തെടുക്കാനാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന മതതീവ്രവാദികളെ കൊണ്ട് നിറച്ച വിദേശ രാജ്യങ്ങളിൽ, പുറത്തുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സംഘടനകൾ, മിസൈൽ ധാരാളം മിസൈലുകൾ, 3000 മിസൈലുകൾ ഇപ്പോൾ അവരുടെ ഉണ്ടെന്ന് പറയുന്നു, 1500 ചിലർ പറയുന്നു, നമ്പറിനെ കുറിച്ച് കൃത്യം ധാരണയില്ല. ന്യൂക്ലിയർ വെപ്പൺ അവർക്ക് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതിലേക്ക് വളരെ വേഗം അവർ എത്തിക്കൊണ്ടിരുന്നതാണ്. അതാണ് കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയോട് തകർത്തിടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തിനെ ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തല്ലിക്കെടുത്തി. പൂർണ്ണമായിട്ട് തീരില്ല, കാരണം ഭീകര സംഘടനകൾ ഒരിക്കലും വേരോടെ പിഴുതെടുക്കാനാവില്ല, കുറച്ചുകൂടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും ഈ ഖമനേയി പറയുന്നത് ബാക്കിയുള്ളതിനെ നമുക്ക് ഫ്ലറിഷ് ചെയ്തെടുത്ത് വീണ്ടും ഇത് വളർത്തിക്കൊണ്ടുവരാം. പ്രധാനമായിട്ടും ഇറാഖിൽ ഇപ്പോഴും ധാരാളം ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, ഈ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ആ തീവ്രവാദ ഗ്രൂപ്പുകളെ വളം കൊടുത്ത് വളർത്തി അതുവഴി പുതിയ വഴികൾ ഉപയോഗിച്ച് ലെബനോണിലെ ഹിസ്ബുള്ളയെ നമുക്ക് വീണ്ടും വളർത്തിയെടുക്കാം. അതുപോലെ സിറിയയിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുകളെയും വളർത്തിയെടുക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നാണ് ഈ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിനെ വീണ്ടും വളർത്തിയെടുക്കണം, നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം, കൂടുതൽ മിസൈലുകൾ ഉണ്ടാക്കണം, ഇതാണ് ഇയാളുടെ ധാരണ. അപ്പോൾ ഈ സംഗതികൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം എയർ സ്പേസിലെ എയർ ഡിഫൻസ് എന്ന് പറയുന്ന സംഗതി അത് ഏതാണ്ട് ഇസ്രായേൽ പൂർണ്ണമായിട്ട് അവരുടെ പൊളിച്ചു കളഞ്ഞു. ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യമുണ്ട്. അമേരിക്ക പോലത്തെ ഒരു വലിയ ഫോഴ്സിനോട് ഇറാൻ ഒരു ദിവസം മുട്ടി നിൽക്കാനാവില്ല. ഈ പറഞ്ഞ 4 മിസൈൽ ഉപയോഗിച്ചിട്ട് അമേരിക്ക ഡിഫെൻഡ് ചെയ്യാനാവില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആർക്കും അറിയാവുന്നതാണ്. കാരണം അമേരിക്കയുടെയും ഇറാൻ്റെയും ശക്തികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൂടാതെ അമേരിക്കയുടെ ഏറ്റവും ഷാർപ്പസ്റ്റ് വെപ്പണായിട്ടുള്ള ഇസ്രായേൽ അവിടെ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ യുദ്ധം ചെയ്ത് മുട്ടി ഇവരോട് നിൽക്കാനാവില്ല. രാജ്യത്തിനകത്തും പ്രശ്നമാണ്. അപ്പോൾ ഈ റജീം മാറുകയല്ലാതെ ഇതിന് വേറെ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഈ അൽ ജസീറയുടെ എന്ന ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വാർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് ഇസ്രായേൽ ഫുള്ളി റെഡി എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഇവരെയൊക്കെ സംബന്ധിച്ച് ഈ ഇറാനൊന്നും ചിന്തിക്കുക, അവർ ഈ മിസൈൽ വെച്ചിട്ടും പിന്നെ അവരുടെ കയ്യിലുള്ള ഒരു 60 പട്ടാളക്കാരെ വെച്ചിട്ടും ഒക്കെ യുദ്ധം ചെയ്യാൻ അവർ വിചാരിക്കുന്നത്. പട്ടാളക്കാരെ കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലം കടന്നുപോയി. കാരണം തൊക്കെ ഉപയോഗിച്ചുള്ള യുദ്ധമില്ല, ഇപ്പോൾ ആകാശത്ത് നിന്നാണ് യുദ്ധം വരുന്നത്. ഇപ്പം ഇറാൻ്റെ ആകെ ഉള്ളത് ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകളാണ്. അതിന് മിസൈൽ ഡിഫൻസ് ടെക്നോളജി ഇസ്രായേലിനുണ്ട്. അത് 90% അത് സക്സസ്ഫുൾ ആണ്. 10% ഗ്യാപ്പ് ഉണ്ട് എന്തായാലും ശരി. ഇവർ ഈ 3000 മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചാൽ കുറച്ചെണ്ണമൊക്കെ അതൊക്കെ അകത്ത് വീഴും, ഇസ്രായേലിന് കുറച്ച് പരിക്കുകൾ പറ്റും. പക്ഷെ തിരിച്ച് കിട്ടാൻ പോകുന്നത് അതുപോലത്തെ സംഗതിയൊന്നും ആയിരിക്കില്ല. കാരണം ഇവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പറയുന്നത് S-300 ആണ്. വെനിസ്വേലയിലെ S-300 ഉണ്ടായിരുന്നു. വെനിസ്വേലയിലെ S-300 ഒന്നും അവർക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള. അമേരിക്ക വന്ന സമയത്ത് ഒരു നിമിഷം കൊണ്ട് അവരത് ആ കാര്യം സാധിച്ചു, അവർ തിരിച്ചുപോയി. ഈ S-300 ഒന്നും ഇവർ വന്ന കാര്യം അറിഞ്ഞു പോലുമില്ല. അപ്പം അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പം മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒന്നും ഇറാനില്ല, നേരെ മറിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലും ധാരാളമുണ്ട്. ഡിഫൻസ് സിസ്റ്റങ്ങളാണ് കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത്. ഒഫൻസ് സിസ്റ്റങ്ങളെക്കാൾ ഏറെ ഡിഫൻസ് സിസ്റ്റങ്ങളെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അവരുടെ അടുത്തേക്ക് മിസൈൽ വരാതിരിക്കാനാണ് മിസൈലുകൾ അയക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർക്ക് പരിക്ക് പറ്റാതെ ഒരു മിനിമം പരിക്കൊക്കെ ഏൽപ്പിക്കാൻ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ച് കിട്ടാൻ പോകുന്ന പരിക്ക് വളരെ വലുതായിരിക്കും. ഒന്ന്, ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരിക എന്നൊരു വിഷയമുണ്ട്. ഖമനേയി വീഴുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഖമനേയി വീണ് കഴിഞ്ഞാൽ ഇറാൻ പൂർണ്ണമായിട്ടും ഒരു രാജ്യമായി പിന്നെ നിലനിൽക്കുമോ എന്നുള്ള വിഷയം കൂടി ബാക്കിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞിരുന്നു ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഇറാൻ ഈ രൂപത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം എലാബറേറ്റ് ചെയ്തില്ല. അതിൽ പ്രധാനമായിട്ടും സാധ്യതയുള്ളത് കുർദുകളുടെ ഒരു റീജിയൺ ഉണ്ട്.
അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കുർദിഷ് റീജിയൻസ് ഉണ്ട്. ഏകദേശം 5 പ്രോവിൻസ്, 31 പ്രോവിൻസുകളിൽ 5 പ്രോവിൻസ് കുർദുകളുടെ പ്രോവിൻസാണ്. ആ പ്രോവിൻസുകൾ അവിടുന്ന് സ്വതന്ത്രമായി അത് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന സിറിയയുടെ കുർദിഷ് റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസ് കൂടി ചേർത്തുകൊണ്ടാണ് ഒരു കുർദിഷ് രാജ്യത്തിൻ്റെ ഒരു ബീജാവാപം നടക്കുക. കാരണം കുർദിഷ് രാജ്യം അത് മാത്രമൊന്നുമല്ല, കുർദുകൾക്ക് മെജോറിറ്റി ഉള്ള ഏരിയ അതുവഴി ഇങ്ങനെ ആ രാജ്യങ്ങളുടെ ബോർഡറിലൂടെ നീണ്ട സിറിയയുടെ ബോർഡറിലൂടെ അത് ഇറാഖിലേക്കും പിന്നീട് യമനിലേക്കും നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ തുർക്കിയിൽ നിന്ന് തുടങ്ങി ഇറാനും സിറിയയും ചേർത്ത് ഇറാഖിലൂടെ വന്ന് യമൻ വരെ എത്തുന്ന വലിയൊരു റീജിയൻ, അതൊരു പർവ്വത മേഖലയാണ്, പോലെ കിടക്കുന്ന റീജിയനാണ്. ആ റീജിയൻ മൊത്തം കുർദുകളുണ്ട്. അപ്പോൾ കുർദുകളുടെ ഒരു രാജ്യത്തിൻ്റെ ഫോർമേഷൻ അവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഫോം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തുർക്കിക്ക് അത് പ്രശ്നമാകും. കാരണം തുർക്കിയിലും കുർദുകളുടെ നല്ലൊരു പങ്ക് തുർക്കിയിലാണുള്ളത്. അപ്പോൾ ഈ സിറിയയിൽ നിന്നൊരു ഭാഗം അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇറാന്റെ ഭാഗം ഇപ്പം അടർന്നു വരികയാണെങ്കിൽ ഒരു കുർദിഷ് ഫോർമേഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും അവർ തുർക്കിയിൽ നിന്നൊരു ഭാഗം ഇതിനകത്ത് നടത്തിയെടുക്കും. അത് അമേരിക്കയെ സംബന്ധിച്ച് ടർക്കിക്ക് ഇത്തരം ഒരു വിഷയം ഉണ്ടാവുന്നത് ഹിതകരമായിരിക്കുകയില്ല. കാരണം ടർക്കി നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന ആളാണ്. അപ്പം അതൊരു വിഷയം. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, കിഴക്കേ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബലൂജികളുണ്ട് ഇവിടെ. ബലൂജികളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ബലൂജികളും രാജ്യത്തിന് വേർപെട്ട് പോയി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പാകിസ്ഥാൻ പ്രശ്നമാവും. കാരണം ഇറാനിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ശക്തമായി ബലൂജികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബലൂചിസ്ഥാൻ രാജ്യം ഇറാനിൽ ഫോം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ബലൂജികൾ അവിടുന്ന് റിലീസ് ചെയ്ത് അവിടെ ഒരു രാജ്യം ഫോം ചെയ്യാൻ സാധ്യത പാകിസ്ഥാന് പ്രശ്നമാവും. അറിയാവുന്നതുപോലെ പാകിസ്ഥാനും അമേരിക്കൻ അലയാണ്. അപ്പോൾ അവർക്കും പ്രശ്നമുണ്ട്. ഇനി അറബ് വംശജർ കൂടുതലായി വസിക്കുന്ന പ്രദേശങ്ങൾ, അത് ഇറാന്റെ തെക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം തെക്ക് ഭാഗത്ത് അറബ് വംശജരുള്ള പ്രദേശങ്ങളുണ്ട്. അതും സ്വതന്ത്രമാവാനുള്ള സാധ്യതയുണ്ട്. അത് പേർഷ്യൻ ഗൾഫിനോട് ചേർന്നിട്ടാണ്, വേറെ രാജ്യങ്ങളോട് ചേർന്നിട്ടല്ല, പേർഷ്യൻ ഗൾഫിനോട് ചേർന്നിട്ടാണ്. അതും വേറെ രാജ്യമാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖമനൈ റജീം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇന്നത്തെ രൂപത്തിൽ ബാക്കി ഉണ്ടാകുമോ, അതോ ഒരു 3-4 രാജ്യമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തു പോകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇറാന്റെ ബാക്കിയുള്ള ഈ കോർ ഏരിയ, അതായത് പേർഷ്യൻ വംശജർ വസിക്കുന്ന ഭാഗം, ബാക്കി ഞാനീ പറഞ്ഞ ഈ കൂട്ടരെല്ലാം സുന്നി വംശജരാണ്, സുന്നിക്കാരാണ്. വംശം ഡിഫറെൻ്റ് ആണ്. ബലൂച്ചുകളുണ്ട്, കുർദുകളുണ്ട്, അറബ് വംശജരുണ്ട്. പക്ഷെ ഇവരൊക്കെ സുന്നികളാണ്. ബാക്കിയുള്ള ഭാഗം ഷിയാക്കളാണ്. ഈ ഷിയാക്കൾ പേർഷ്യൻ വംശജരാണ്. അപ്പോൾ ഈ പേർഷ്യൻ വംശജരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന കോർ ഇറാൻ എന്ന് പറയുന്ന ഭാഗം, അത് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഭരണകൂടം വരികയും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും ഓയിലുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അവരുടെ പഠനങ്ങളിലൂടെ പറയുന്നത്.